സുഭാഷിതം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായിരുന്ന പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. യഹൂദന്മാരും റോമൻ ഭരണാധികാരികളും ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ യെരുശലേമിൽ നിന്ന് മാട്ടിപ്പായിക്കപ്പെട്ടവരും ഏഷ്യ മൈനാറിൽ അവിടെവിടെയായി ചിതറി പാർക്കുന്നവരുമായ യഹൂദ ക്രിസ്ത്യാനികൾക്കും മറ്റ് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ ലേഖനങ്ങൾ. പത്രോസ് വെറും ഒരു അപ്പോസ്തലൻ മാത്രമായിരുന്നില്ല, മറിച്ച് അപ്പോസ്തലിക സംഘത്തിന്റെ നേതാവായിരുന്നു. യേശുവിന്റെ നാമമൊഴികെ മറ്റാരേക്കാളും കൂടുതൽ തവണ സുവിശേഷങ്ങളിൽ പത്രോസിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. പത്രോസ് യേശുവിനോട് സംസാരിച്ചതുപോലെ മറ്റാരും സംസാരിച്ചിട്ടില്ല. മറ്റേതൊരു വ്യക്തിയേക്കാളും കൂടുതൽ യേശു പത്രോസിനോടും സംസാരിച്ചു. ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയപ്പോൾ യേശു 12 ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വചനത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയ പത്രോസ് 1 ലേഖനം 1:23 എഴുതിയിരിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. For you have been born again, not of perishable seed, but of imperishable, and through the living and enduring word of God. ഭൗമിക മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട് നാം ലോകത്തിലേക്ക് വന്നു. ജഡത്തിന്റെ പ്രവൃത്തികളിലൂടെ ജനിച്ച എല്ലാ മനുഷ്യരും പാപപ്രകൃതിയോടുകൂടെയാണ് ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. ഒരിക്കൽ ജനിക്കുന്ന മനുഷ്യന് മരണവും നിശ്ചയം തന്നെ. മനുഷ്യൻ ശാരീരികമായി മരിച്ചാലും ആത്മാവ് മരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു നിത്യതയിലേക്ക് അവർ എത്തിപ്പെടേണ്ടതാകുന്നു. മത്തായി 25:46 യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ, ഒരു കൂട്ടർ നിത്യദണ്ഡനത്തിലേക്കും മറ്റൊരു കൂട്ടർ നിത്യജീവങ്കിലേക്കും പോകും. നിത്യത തിരഞ്ഞെടുക്കുവാനുള്ള അനുവാദം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രം വരുന്ന ദൈവത്തിന്റെ ദാനമാണ് നിത്യജീവൻ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായിരുന്ന നിക്കോദിമോസിന് പോലും അത് അറിയാമായിരുന്നില്ല. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിത്യതയിൽ നിത്യജീവൻ അനുഭവിക്കുന്നവർക്കുള്ളതാണ് ദൈവരാജ്യം. ആ രാജ്യത്തിന്റെ പ്രജകൾ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനനമെന്നാൽ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനെന്നർത്ഥം. ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു ആത്മീയ പരിവർത്തനം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ നൽകുന്ന ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് വീണ്ടും ജനനം. ശാരീരിക ജനനം ഒടുവിൽ മരിക്കുന്ന ഒരു വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്നാൽ പുതിയ ജനനം ദൈവത്തിന്റെ മരിക്കാത്ത വചനത്തിലൂടെയുള്ള മരിക്കാത്ത ഒരു വിത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ വചനം എന്താണെന്ന് 25-ാം വാക്യത്തിൽ പത്രോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. Now this is the word which by the gospel was preached to you. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു, അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മുടെ ഇടയിൽ പാർത്ത ദൈവവചനത്തെക്കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ എന്റെ ശ്രോതാക്കളെ ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊള്ളുന്നു. God bless you all with these words. ചേർന്നു